പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന് മുമ്പായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഞാൻ സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രാധാന്യത്തെ പറ്റിയൊക്കെ ബൈബിൾ ഒത്തിരി കഴിഞ്ഞ ദിവസം അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ഇറങ്ങി, റിഡീമിങ് ഈഡൻ എന്ന് പറഞ്ഞ് എഴുതിയ ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ സാമ്പിളൊക്കെ കുറച്ച് ഞാൻ വായിച്ച് നോക്കി. ബുക്ക് വാങ്ങിച്ചില്ല, ഫുള്ള് വായിച്ചില്ല. അതിൻ്റെ സാമ്പിൾ കുറച്ച് ഭാഗം വായിച്ച് നോക്കണേ. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ, സ്ത്രീകൾ ബൈബിളിൽ എങ്ങനെ എങ്ങനെ കാണിച്ചേക്കുന്നു എന്നൊക്കെ ഉള്ളത്. നമ്മൾ മെയിൽ ക്യാരക്ടേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പം യേശുപ്പച്ചൻ്റെ ജീനിയോളജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്ത്രീകളുടെ ഇത് കാണാം. അതിൽ ചില സ്വഭാവ ദൂഷ്യങ്ങളുള്ളതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ അവരെയൊക്കെ ബൈബിള് ചിത്രീകരിച്ചേക്കുന്നത് ഒരു വാരിയറായിട്ടാണ്, ഒരു ധീര പോരാളിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പം എന്നോട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഇത് പറയണമെന്നൊക്കെ ഇങ്ങനെ ഒരു പ്രേരണ എന്നുകൊണ്ട് പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുമ്പം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഈവിനെ അറിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഭാര്യ സ്ത്രീയെ പറ്റി അതല്ല, സ്ത്രീ ഇൻ ജനറൽ പറയുന്നത്. ഇപ്പം സൃഷ്ടിപ്പിൽ പൗലോസ് പറയുന്നത് ഒക്കെ നമ്മളെ അതേപോലെ പ്രോബേഴ്സിൻ്റെ അകത്ത് പറയുന്ന ലിറ്ററേച്ചറിൻ്റെ അകത്തൊക്കെ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ സ്വരൂപമായി രണ്ടുപേരും, ആണും പെണ്ണും ദൈവത്തിൻ്റെ സ്വരൂപമാണെങ്കിലും ആദ്യം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഈ സ്വരൂപം സാദൃശ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു 4-5 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ, മനസ്സിലായി. ഇപ്പം സൂര്യൻ ഒരു ലൈറ്റ് സൂര്യൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മൂണെന്നൊക്കെ പറയുന്ന പോലെ സൂര്യൻ ഒരു പുരുഷനായിട്ടും സ്ത്രീ ഒരു മൂണായിട്ടും ഒക്കെ വരുന്ന, അതേപോലെ ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്. നമ്മളെ ദൈവമായിട്ട് നമ്മൾ ഭൂമിയിലെ ദൈവമായിട്ട് നമ്മളെ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. നമ്മൾ ഇവിടെ അതേപോലെ ഭൂമിയിൽ നിങ്ങളുടെ വായിൽ അനുഗ്രഹവും ശാപമുണ്ട്. അനുഗ്രഹവും ശാപവും ആർക്കാണ് തരാൻ കഴിവുള്ളത്? ദൈവം. മനസ്സിലാക്കി. അപ്പോൾ അതേപോലെയുള്ള ദൈവത്തിൻ്റെ ഭൂമിയിലെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം പുരുഷൻ ദൈവത്തിൻ്റെ ആദ്യത്തെ സ്വരൂപം, സ്ത്രീ പുരുഷൻ്റെ സ്വരൂപം, മനസ്സിലായി. ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് സ്ത്രീ. അപ്പം സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല, മനസ്സിലായി. നമ്മൾ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. ഇതുണ്ടായിരുന്നു, കുറേ നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിഫോർമേഷൻ സമയത്ത്, അതായത് മാർട്ടിൻ ലൂഥറിൻ്റെയൊക്കെ സമയത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റനിസം വന്ന സമയത്തായിരുന്നു സ്ത്രീകൾക്കൊത്തിരി ഒരു സെക്കൻഡ് ക്ലാസ്സായിട്ട് വന്ന ഇത് മാറി സ്ത്രീകൾക്കൊരു വലിയൊരു പവർഫുൾ ഒരു ഈക്വാലിറ്റി വന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയും ഈക്വാലിറ്റി കുറവുണ്ട്, മനസ്സിലായി. അപ്പം എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ അത് കൊടുക്കേണ്ട ഇച്ചിരി ഇനഫ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു രീതി. സ്ത്രീകൾ മുന്നോട്ട് വരണം പല കാര്യങ്ങളിലും. പക്ഷേ അവിടെ എനിക്ക് പേടിയുണ്ട് പറയാൻ. കാരണം ഫുൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷൻ്റെ മേൽ കർത്തൃത്വം ആധിപത്യം അല്ലെങ്കിൽ അനുഗ്രഹമൊന്നും കൊടുക്കാനുള്ള അധികാരം ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ അതേപോലെ തരുന്നില്ല, മനസ്സിലായി. അപ്പം സ്ത്രീകൾക്ക് ഈക്വാലിറ്റി ഉണ്ട്. പക്ഷേ ലിറ്ററലി വ്യത്യാസം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം സൃഷ്ടിച്ചു, പിന്നെ സ്ത്രീ വന്നു, മനസ്സിലായി. അപ്പം ദൈവത്തിൻ്റെ ഇമേജ് ആദാമിൻ്റെ ഇമേജ് സ്ത്രീ. അപ്പം ആ ഒരു ഡിഫറൻസ് അല്ലാതെ പിന്നെ
ഫങ്ഷൻ ലൈക്ക് സ്ത്രീകളുടെ ബോഡി ഫങ്ഷൻ, അതേപോലെ പ്രസവിക്കുന്ന കാര്യം, പുരുഷൻ അങ്ങനത്തെ ഒരു ഫങ്ഷൻസ് അല്ലാതെ പേഴ്സണാലിറ്റി വൈസ് വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പം അപ്പം ബൈബിളിലെ ക്യാരക്ടറിനെ പറ്റി ഇപ്പം ഈ റിഡീമിങ് ബുക്കിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു പറയാൻ വരുന്നത്, അവരുടെ ഇൻട്രൊഡക്ഷൻ വായിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, കുറച്ചൊക്കെ അറിയാം, നമുക്ക് ഏകദേശം അറിയാം ഇതെന്തോ ഇനിയും വരാൻ പോകുന്നത്. അപ്പം അത് വായിച്ചപ്പം എനിക്ക് മനസ്സിലായത് സ്ത്രീകളുടെ ക്യാരക്ടറിനെ പറ്റി, ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിനെ പറ്റിയൊക്കെയാണ് ഒത്തിരി പറയാൻ വരുന്നത്. കാരണം പുരുഷൻ്റെ ഒത്തിരി ഉണ്ട്, സ്ത്രീകളുടെ കുറച്ചേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈവമ്മച്ചിയുടെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പം ഐസക്ക് ഒരു സാധുശീലനാണ്. അതേപോലെ തന്നെയായിരുന്നു ജേക്കബും സ്വാധീനശീലനായിരുന്നു. പക്ഷെ എന്നാൽ റബേക്ക അമ്മച്ചി ജേക്കബിനെ അപ്സൈഡ് ഡൗൺ മാറ്റിക്കളഞ്ഞു. മനസ്സിലായോ? സാധുശീലനായിരിക്കുന്ന ജേക്കബിനെ ലൈക്ക് എന്തോ ഒരു സൂത്രശാലി, എന്തോ വാരിയറായി മാറ്റിക്കളയും. അത് ആ ഒരു എന്തോ റബേക്ക അമ്മച്ചിയുടെ കഴിവുകൊണ്ടാണ്. മനസ്സിലായി? അതേപോലെ നമ്മൾ വായിച്ചു വരുമ്പം താമാർ എന്ന് പറഞ്ഞാൽ ആൾ വേറൊരു വേഷം എടുത്തിട്ടു. അത് പറയുന്നത് എനിക്ക് ഇപ്പം സങ്കടമുണ്ട്. അപ്പോൾ ആ ഒരു വേഷം എടുത്തിട്ടിട്ട് അമ്മായിപ്പനുമായിട്ട് ഒരു ഇത്. പക്ഷെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചിത്രീകരണത്തിൽ ആ താമാർ ഒരു രക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആ ജീനിയോളജി എന്തോ ആ ജീനിയോളജി എന്നെന്താ പറയുന്നത്, ആ മക്കൾ മനസ്സിലായി ഇങ്ങനെ വരുന്ന ആ തലമുറ ആ തലമുറ നിലനിർത്തിയ വ്യക്തി താമാറായിട്ടാണ് വന്നത്. മനസ്സിലായി? അത് യൂദായ്ക്ക് പോലും ആ ഒരു കെയർലെസ് ആയിട്ട് വന്ന സമയത്ത് മനസ്സിലായി ആ ഇളയ മോനെ കൊടുത്ത് ആ ജീനിയോളജി എന്തുവാ നിലനിർത്തുന്നതിനെക്കാട്ടി കൂടുതൽ എൻ്റെ മോൻ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ച് താമാറിയതാണ്. അതേപോലെ ദാവീദിൻ്റെ കാര്യത്തിൽ ബത്ശേബയും ദാവീദുമായിട്ടുള്ള ഈ മനസ്സിലായി, നമ്മൾ പല ഇതുണ്ടെങ്കിലും ബത്ശേബയെ ബൈബിളിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു വാരിയറായിട്ട്. അതേപോലെ നമ്മുടെ മോവാബ് റൂത്തമ്മച്ചിയുടെ കാര്യം പറയുമ്പോഴും ഇതേപോലെ എന്തോ ഒരു വാരിയറായിട്ടാണ്. ആ ലൈൻ നഷ്ടപ്പെട്ടു പോണ്ടിയ ലൈൻ ബോവസിൽ കൂടെ ഒരു ഇതെടുത്തു. അതേപോലെ തന്നെ റാഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും റാഹാബ് എന്ന മോശസ്ത്രീയായിട്ടാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സോന എന്ന് പറഞ്ഞത് ആ ഒരു ഇതാണെങ്കിലും പക്ഷേങ്കിൽ പഠിച്ചു വരുമ്പോൾ അതങ്ങനെയല്ല. ഓക്കെ, പക്ഷേ അത് ആ റാഹാബും ഒരു നിലനിർത്തുന്നത്. അതായത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒത്തിരിയും പേര്, മേരി മഗ്ദലക്കാട്ടി മേരി, അതേപോലെ രക്തസ്രാവമുള്ള സ്ത്രീ, പിന്നെ എന്തോ കോയിൻ നഷ്ടപ്പെട്ട ഒരു നാണയം നഷ്ടപ്പെട്ട ആ സ്ത്രീയെ പറ്റി, അതേപോലെ ജീവിതത്തിൻ്റെ ഫുൾ ഇതും കോയിൻ ആ ഒരു നാണയം എന്തോ ഭണ്ഡാരപ്പെട്ടിയിലിട്ട ആ സ്ത്രീയെ പറ്റി അതിനെല്ലാം നമ്മൾ നിസ്സാര ഒരു സ്റ്റോറി പോലും വായിച്ചു തുടങ്ങിയെങ്കിലും ബൈബിൾ പോർട്രേഡ് ആസ് സംതിങ് സ്ട്രോങ്. വെൻ അപ്പോസ്തലന്മാരെല്ലാം പേടിച്ച് ഗുഹയ്ക്കകത്തിരിക്കുന്നപ്പോഴും വെളിയിൽ പോയതാരാ? സ്ത്രീകളാണ്. മനസ്സിലായി? അപ്പം ദേ വർ കൺസിഡർഡ് ആസ്. അപ്പം ഒത്തിരി പ്രാധാന്യം നൽകണം ഒരു അപ്പം. പക്ഷെ അറ്റ് ദ സെയിം ടൈം മനസ്സിലായി, ഈ നമ്മുടെ ചർച്ചിലും ആ ഒരു ഫങ്ഷനിസം വരുമ്പം, അല്ലെങ്കിൽ അത് വരുമ്പം പുരുഷനെക്കാട്ടി മേലിലാകാൻ പറ്റത്തില്ല. മനസ്സിലായി? പുരുഷനെക്കാട്ടി ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ക്യാപ്റ്റൻ ഷാമുവലച്ചൻ സ്ത്രീകൾക്ക് വേണ്ടി നല്ലതായിട്ട് പറയുമെങ്കിലും സ്ത്രീകൾ പാസ്റ്റർ എന്ന നിലയിൽ, അതേപോലെയുള്ള എന്ന നിലയിൽ തെറ്റാണെന്നൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ബൈബിൾ വായിച്ചു വരുമ്പോൾ അതേപോലെ ലൈക്ക് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ്റെ മേൽ അധികാരം, പക്ഷെ പ്രവാചകന്മാരും വരെ ഉണ്ട്. മനസ്സിലായി? കാരണം നമുക്കറിയാം ഫിലിപ്പിന് 4 പെമ്മക്കൾ പ്രവചനം പറയുന്ന പെമ്മക്കളുണ്ടെന്നൊക്കെ നമ്മൾ പറയാം. അപ്പം ഇതുണ്ട്. അപ്പം പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് നമ്മുടെ ഭാവിയെ പറ്റി പറയുന്നു. അതായിരിക്കരുത് പ്രവചനം. നമ്മളെവിടെ വീണുപോയി നമ്മൾ മടങ്ങി വരിക, അതായിരിക്കണം പ്രവചനം.
ഓക്കെ, എനിവേ എന്തേലും അപ്പം സ്ത്രീകൾക്ക് ഒത്തിരിയും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം സ്ത്രീകൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈബിളിലെ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എപ്പോഴും തെറ്റിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ആളുണ്ട്. മനസ്സിലായോ? എപ്പോഴും തെറ്റിക്കാം, എപ്പോൾ വേണേലും തെറ്റിക്കാം. കാരണം ഇമോഷണൽ ഹോർമോൺ ബാലൻസും മൂഡ് ചേഞ്ചസും സ്ട്രെസ്സും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും. അപ്പം ഏതൊരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പേ ഒന്നുകിൽ ഹസ്ബൻഡിനോടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് യു ഒരു ലീഡർഷിപ്പ് റോളിലുണ്ടെങ്കിൽ അത് പാഷന്മാരോടോ അല്ലെങ്കിൽ യൂത്ത് പാഷന്മാരോടോ അല്ലെങ്കിൽ അവരോട് മനസ്സിലായി ചോദിച്ചിട്ടേ എടുക്കാവുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കരുത്. മനസ്സിലായി? കാരണം ഈവമ്മച്ചിക്ക് നല്ലതെന്ന് തോന്നി കഴിച്ചു, പക്ഷെ വലിയൊരു പാവം വരുത്തി അല്ലേ എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ പല ആൾക്കാരെ കൂടെ നമ്മൾ കാണാറുണ്ട്. എനിക്ക് നല്ലതെന്ന് തോന്നി ഞാനങ്ങ് ചെയ്തു. മനസ്സിലായോ? പക്ഷെ അത് കുടുംബജീവിതത്തിന് നല്ലതാണെന്നോ അല്ലെങ്കിൽ ചർച്ച ജീവിതത്തിന് നല്ലതാണെന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ സൂക്ഷിക്കണം. ഓരോ ഡെസിഷൻ എടുക്കുമ്പോഴും ഒരു വാരിയർ ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂത്തമ്മച്ചിയെ പോലും അവരെ പോലൊക്കെ ഉള്ള രീതിയിലായിരിക്കണം. മനസ്സിലായോ? ഒത്തിരിയും പറയാനുണ്ട്. മനസ്സിലായി? പക്ഷേ എങ്കിലും ഇനഫ് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, സോ കൃഷ്ണപിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് അല്പസമയം അപ്പച്ചൻ്റെ സ്ഥലങ്ങളിൽ കടന്നു വന്ന് ഞങ്ങൾ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പഠിക്കുന്നത്, വായിക്കുന്നത്, ഗ്രഹിക്കുന്നത് എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിട്ടാക്കണമേ. അതിന് പ്രകാരം ജീവിപ്പാടാക്കണമേ. ദൈവമേ, അടിയൻ എന്ത് പറയണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, അച്ഛനാണ് തീരുമാനിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ അടിയൻ്റെ ദൈവമേ ഹൃദയത്തോടും നാവിനോടും ഇടപെട്ട് പറയേണ്ടത് ദൈവത്തിന് പ്രസാദമുള്ള മാത്രം പറയാണ്ടാക്കാനുള്ള യേശു മനസ്സിലാക്കണമേ. യേശു തന്നെ. ആമേൻ. ഓക്കെ, നമുക്ക് സമയം ഇന്ന് ഹീബ്രു വായിക്കണമെന്ന് വിചാരിച്ച പക്ഷേങ്കിൽ സമയം പോയി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് മാത്രം വായിക്കാം. ഓക്കെ, നൗ ദ മാൻ വാസ് ഇൻറ്റിമേറ്റ് വിത്ത് ഹിസ് വൈഫ് ഈവ്. അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി തമാശ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യൻ ഭാര്യയെ അറിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ തമാശ എന്ന് പറയുന്നത് ഇവിടെ നടന്ന രണ്ട് സംഭവങ്ങൾ ആണ്. ഒന്ന്, ഇവിടെ അമേരിക്കയിലുള്ള ചെറുക്കൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു. ബൈബിൾ പറയും ഒരു പാവം ബൈബിൾ പഠിക്കുന്ന ഒരു സാധുശീലൻ ചെറുക്കൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു ദിവസം പാഷനോട് പറയും, പാഷ, ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ രീതിയിലും അറിയാവുന്ന പോസിബിളായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടാകും, ഞങ്ങൾക്ക് പൈതങ്ങളുണ്ടാകുന്നില്ലെന്ന് പറയും. മനസ്സിലായി? പിന്നെ അതിൻ്റെ പാഷ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം. അതേപോലെ നാട്ടിലൊരു കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അവർ ഉരുളി കമ്മിറ്റിയും ശയന പ്രദക്ഷിണമൊക്കെ നടത്തി, ഹിന്ദു ആൾക്കാരായിരുന്നു, അവർ നടത്തി. എന്നിട്ട് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താനും അവർ രണ്ടുപേരും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പൂജാരി ഭർത്താവിനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഇതായി. അപ്പം ബൈബിളിൽ ന്യൂ എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇതിൻ്റെ അകത്ത് ഇൻറ്റിമസി വേറെ ഒരു വേർഷൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ പറയുന്നത്. മനസ്സിലായി? ഇത് പറയുന്നത് ഈ NET ബൈബിളിനകത്താണ് ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതിനെപ്പറ്റി ഒരു തമാശ വന്നതേ ഉള്ളൂ. ഓക്കെ, തമാശ എന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ intimate with his wife Eve, and she became pregnant, and she gave birth to Cain. Then she said, I have created a man just as Adonai did. And she gave birth to his brother Abel, and Abel took care of the flocks, while Cain cultivated the ground. At the designated time, അത് ശ്രദ്ധിച്ചോണേ, at the designated time, Cain brought some of the fruit of the ground for an offering to the Adonai. വർഷിപ്പ് അല്ല. ഓക്കെ, വർഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഇവിടെ ഓഫറിംഗ് എന്ന് പറയാം. വർഷിപ്പ് നമുക്ക് ഓൾ ടുഗദർ ജനറലായിട്ട് പറയാം. Okay, but Abel brought some of the first born of his flocks, even the fattest of them. And Adonai was pleased with Abel and his offering, but Cain and his offering he was not pleased. So Cain became very angry, and his expressions was downcast. Then the Adonai said to Cain, why are you angry? Why is your expression downcast? Is it not true that if you do what is right, you will be fine? But if you do not do what is right, sin is crouching at the door, and its desire
ഈസ് desire to dominate you, but you must subdue it. ഓക്കെ, അപ്പം ഇതിൽ നിന്നാണ് നമ്മുടെ പുതിയ നിയമത്തിൽ വരുന്ന ഇത് വരുന്ന ടെംപ്റ്റേഷൻ. എന്തോ സാത്താനെ ഒരു സൂചിക്കുഴൽ വയ്ക്കാൻ പോലും അവസരം കൊടുക്കരുത് എന്ന് പറയുന്നതും, അതേപോലെ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, മനസ്സിലായി എന്നൊക്കെ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് വായിച്ചു ഇന്ന് ഹീബ്രു വായിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കണം. അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും പോകും. ഓക്കെ, ആദ്യം തുടങ്ങാം. ഈവമ്മയ്ക്ക് ആദ്യം തന്നെ ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കുക. മനസ്സിലായോ? എനിക്ക് മനുഷ്യനിൽ നിന്ന്, കാരണം ആദമിൻ്റെ പേര് ആഡം എന്നല്ല, മനുഷ്യൻ എന്നാണ്. ഓക്കെ, അപ്പം മനുഷ്യനിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ ദൈവം ഉണ്ടാക്കിയതുപോലൊരു കുഞ്ഞ്, ആദ്യത്തെ ഫസ്റ്റ് ബോൺ മീൻസ് ആദ്യത്തെ ഒരു കുഞ്ഞ് വരാനിടയായി എന്ന് പറഞ്ഞ് ഇത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു ബേബി ഡെഡിക്കേഷൻ. മനസ്സിലായി? ആ ബേബി ഡെഡിക്കേഷൻ കൊച്ചു പ്ലെയിൻ സിമ്പിളാക്കി ഒറ്റ ഒരു സെൻറ്റൻസിലായിട്ട് അങ്ങ് പറഞ്ഞ് അങ്ങനെ തീർക്കുക. മനസ്സിലായി? ഒരു ബേബി ഡെഡിക്കേഷൻ എന്നുള്ള രീതിയാണ് അവിടെ പറയുന്നത്. ഷീ ഗേവ് ബർത്ത് ടു ആദാമിനെ കൈനെ ഇനി ജനനം കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവത്താൽ എനിക്കിത് കിട്ടി. മനസ്സിലായി? ദൈവത്തിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുക. മനസ്സിലായി? ദൈവം ഞങ്ങളെ ഉണ്ടാക്കിയതുപോലെ തന്നെ എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവം ഉണ്ടാക്കിയതുപോലെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതി ഒരു സന്തോഷം. മനസ്സിലായി? ലൈക്ക് തിമോത്തിയോസിൽ വരുമ്പം വുമൻസ് വിൽ ബി സേവ് ബൈ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന പോലൊക്കെ. മനസ്സിലായി? ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാൻ പോയില്ല, ഒരു ഷോർട്ട് കട്ട്സും എടുക്കാൻ പോയില്ല, സ്ട്രെയിറ്റ്. മനസ്സിലായി? അങ്ങനെ ചെയ്തു. അപ്പം ദൈവം എന്ത് കൊടുത്തു? ദൈവത്തിന് യുവമിച്ച് ക്രെഡിറ്റ് കൊടുക്കും. ഇപ്പം ഈ നിങ്ങൾക്കൊരു ബുക്ക് സ്റ്റോറിൽ പോയാൽ, ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോർ.com പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 3 വോളിയം ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് കംപ്ലീറ്റ് വർക്ക് ഓഫ് ജോസീഫസ്, കംപ്ലീറ്റ് വർക്ക് ഓഫ് ഫൈലോ, കംപ്ലീറ്റ് വർക്ക് ഓഫ് യൂസീബിയസ് എന്ന് പറഞ്ഞാൽ 3 ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ജോസീഫസിൻ്റെ വായിച്ചാൽ നമുക്ക് വായിക്കാൻ കഴിയും. ആദാമിന് 1 കൂടുതൽ മക്കളാണ്. പക്ഷേ എങ്കിൽ ഫൈലോ വായിക്കാമെങ്കിൽ 12 ആൺമക്കളും 8 പെൺമക്കളും. ഇപ്പം കൈനും ആബേലിനും ഇടയ്ക്കൊരു ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. അതിൻ്റെ നോവാബ് എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു പേര് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈൻ്റെ ഭാര്യയുടെ പേര് തെസൽമ, അങ്ങനെ അതേപോലത്തെ ഒരു പേരാണ് അങ്ങനെ ഉണ്ടെന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ കൈന് 1 കൂടുതൽ മതി. പക്ഷേ 3 ആമക്കളുടെ പേരെ ബൈബിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായി? അപ്പം ഈ വമ്മച്ചയ്ക്കും ഒരു ബേബി ഡെഡിക്കേഷൻ അവിടെ കഴിയാനിടയാക്കി. അത് കഴിഞ്ഞ് അപ്പം അടുത്ത നോക്കുമ്പോൾ ഏബിൾ ടു കെയർ ഓഫ് ഫ്ലോക്സ്. മനസ്സിലായി? ഇടയ ശിഷ്യനായി മാറി. അതേപോലെ കൈനെ കൾട്ടിവേറ്റ് ഇൻ ദ ഗ്രൗണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ശാപം മനുഷ്യന് കിട്ടിക്കഴിഞ്ഞ് മനുഷ്യനെ എന്തിനാണ് ശാപിച്ചത്? നീ ഇനി കൃഷി ചെയ്യാൻ പോകുന്ന ഭൂമി ശപിക്കപ്പെട്ടു. മനസ്സിലായി? അപ്പോൾ ആ ശാപഗ്രസ്തമായ ഒരു കാര്യമാണ് കൈൻ തിരഞ്ഞെടുക്കുന്നത്, ആ വഴി. മനസ്സിലായി? ഭൂമി കിളച്ചതുകൊണ്ട്. എന്നാൽ വീഴ്ചയ്ക്ക് മുമ്പേ മനുഷ്യൻ്റെ ജോലി എന്തായിരുന്നു? ഗാർഡൻ ടേക്ക് കെയർ ചെയ്ത് എന്തോ ഈ മൃഗങ്ങൾക്ക് പേരൊക്കെ ഇട്ട് മൃഗങ്ങളെ ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു പരിപാടിയാണ്. മനസ്സിലായി? ഏബൽ എന്ത് ചൂസ് ചെയ്തേ? അതാണ് വീഴ്ചയ്ക്ക് മുമ്പേ ഉള്ള ഇതായി. മനസ്സിലായോ? ഏബലിൻ്റെ ഇത് ചൂസ് ചെയ്യുന്നത് വീഴ്ചയ്ക്ക് മുമ്പേ ഉള്ള ആ മനുഷ്യനെ മൃഗങ്ങളെ ടേക്ക് കെയർ ചെയ്ത്. അപ്പം ഡൊമസ്റ്റിക്കേഷൻ അവിടെ വന്നു. ഇത്രയും നാളും ഈസി ആയിരുന്നു ഫുഡ് കഴിക്കാൻ. പക്ഷേ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ വിളവെടുക്കുന്നതാണ് തൻ്റെ. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വന്നു. അറ്റ് ദ ഡെസിഗ്നേറ്റഡ് ടൈം എന്നുള്ള ഇത് വരുമ്പം അത് പ്രധാനമുണ്ട്. അതിന് കൊടുക്കുന്നത് ചില ഭാഷകളെ ഒരു ഹീബ്രു അവരുടെ കോർ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ സാബത്ത് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായി? അറ്റ് ദ ഡെസിഗ്നേറ്റഡ് ടൈം സാബത്ത്. ഓക്കെ, അപ്പം എല്ലാ ആഴ്ചയിലുമുള്ള വീക്ക് വരുന്ന സാബത്തല്ല, ഒരു ഡെസിഗ്നേറ്റഡ് ടൈം, ദൈവസന്നിധിയിൽ വരുന്ന സമയം.
അപ്പോൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമുക്ക്, അല്ലെങ്കിൽ പേരൻസ് എല്ലാം ഇൻവോൾവ് ചെയ്ത് നിങ്ങൾ കൃഷിയിൽ നിന്ന് കൊണ്ടുവന്നതും ഇത് ഇപ്പം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, മനസ്സിലായി. അപ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് ടൈം ഇവിടെ ഓഫറിംഗ് എന്നാണ് പറയുന്നത്, വർഷിപ്പല്ല കേട്ടോ, അല്ല പറയുന്നത്. പക്ഷേ ഓഫറിങ് ഒരു വർഷിപ്പാണ്, മനസ്സിലായി. ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത്. വർഷിപ്പ് ഒരു ജനറലായിട്ട് പറയുന്നു. എന്തോ ഒരു പേ ഹോമേജ് എന്നാൽ ഞാൻ ലിറ്ററൽ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലേലമൊക്കെ കൊണ്ടുവരത്തില്ലേ, ലേലത്തിന് ആദ്യഫലം കൊണ്ടുവരത്തില്ലേ എന്ന് പറയുന്ന പോലെ ദൈവസന്നിധിയിൽ ആദ്യഫലം കൊണ്ടുവരുന്നു. ഈ ആദ്യഫലം ഇതേപോലൊരു ആദ്യഫലം അനന്യാസും സഫീറും കൊണ്ട് കാണിച്ച് വെള്ളത്തിൽ കാണിച്ചേ. ഓക്കെ, അപ്പോൾ ഇവിടെ അതേപോലൊക്കെ ആദ്യഫലം കൊണ്ടുവരിക, മനസ്സിലായി. ആദ്യഫലം കൊണ്ട് ദൈവത്തിന് വേണ്ടി ഞങ്ങളുടെ ഇത് കൊടുക്കുക. അപ്പം കൊണ്ടുവന്നതിൽ പക്ഷേ ആബേലിൻ്റേതേ ദൈവം പ്രസാദിച്ചുള്ളൂ, കെയിൻ്റേത് പ്രസാദിച്ചില്ല, മനസ്സിലായി. അപ്പം നമ്മൾ ആൾക്കാരെ പറയാറുണ്ട്, പല രീതികളിൽ പല ഇതുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്, തെറ്റൊന്നുമല്ല, അതെല്ലാം സത്യമാണ്, മനസ്സിലായി. ഇപ്പം ഞാൻ ഇന്നവരെ ഒരു റോങ് ആയിട്ടൊരു ഇത് ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഓക്കെ, എല്ലാം ഓഫറിങ്. അപ്പം അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. പക്ഷേ എങ്കിലും ആബേല് കൊണ്ടുവന്നത് ഫസ്റ്റ് ബോൺ ഓഫ് ദ ഫ്ലോക്സ്, ഈവൻ ദ ഫാരസ്റ്റ്, മനസ്സിലായി. അപ്പം കെയിൻ കൊണ്ടുവന്നത് ദ ഫ്രൂട്ട് ഓഫ് ദ ഗ്രൗണ്ട്, മനസ്സിലായി, കൃഷി ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ ദൈവം പ്രസാദിക്കാതെ വന്നതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയീനെ തൻ്റെ പ്രയത്നത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇത്, മനസ്സിലായി, തൻ്റെ കഴിവ് കൊണ്ട് കൊണ്ടുവന്ന് ദൈവത്തിന് പ്രസാദം കൊടുക്കുന്നു, മനസ്സിലായി, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, മനസ്സിലായി. ഒരു വലിയ മനസ്സിലായി. നമ്മൾ പറയാറില്ലേ, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു അഹങ്കാരം പോലെ, മനസ്സിലായി, എൻ്റെ കഴിവുകൊണ്ട് ലൈക്ക് ഐ ഡിഡ് സംതിങ് ആൻഡ് ഐ ആം ബ്രിങ്ങിങ് യു ലൈക്ക് ഹിയർ ഇറ്റ് ഈസ്, ഷോ ഇറ്റ് ടു യു, മനസ്സിലായി. പക്ഷേ നേരെ തിരിച്ച് ഈവൻ വെച്ച് അങ്ങനെയല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവം എനിക്ക് എനിക്ക് ദൈവം ഉണ്ടാക്കിയ പോലെ എനിക്കൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി ഷീ ഈസ് ഗിവിങ് ഫുൾ ക്രെഡിറ്റ് ടു ദൈവത്തിന് കൊടുത്തുകൊണ്ട്, മനസ്സിലായി, ഒരു ബേബി ഡെഡിക്കേഷൻ പോലെ നടത്തിക്കൊണ്ട്, മനസ്സിലായോ, ഇത് ചെയ്യുക, മനസ്സിലായി, കൊടുക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ പേരിട്ടത് അപ്പനാണോ അമ്മയാണോ? മക്കൾക്ക് രണ്ടിനും പേരിട്ടത് അപ്പനാണോ അമ്മയാണോ? നിങ്ങൾ തീരുമാനം. ബൈബിളിനകത്ത് ആരാ പേരിട്ടേക്കുന്നത് പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, സ്ത്രീയുടെ സന്തതി, നൗ ഇറ്റ്സ് എ സ്ത്രീയുടെ സന്തതി, മനസ്സിലായി, സ്ത്രീ റെപ്രസെൻറ്റിങ് ദ ഹോൾ റൈസ്, മനസ്സിലായി. അതുകൊണ്ട് സ്ത്രീകളെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്, സ്ത്രീകളെ നിങ്ങളുടേതല്ല, നിങ്ങളാണ് പേരിടുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം മക്കൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഇതൊക്കെ. പിന്നെ അപ്പം ഇവിടെ കെയിൻ, മനസ്സിലായി, ഇച്ചിരി ഒരു എൻ്റെ കഴിവ് കൊണ്ട് കൊണ്ടുവന്നു. പക്ഷെ ആബേലോ നേരെ തിരിച്ച് പുള്ളിക്കാരൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, മനസ്സിലായി, ദൈവം ഇതാക്കി, ദൈവം കൊടുത്ത, ഇപ്പം ദൈവമല്ലേ ആടുകളെ പ്രസവിക്കുമാറാക്കുന്നതും, നമ്മുടെ ബൈബിളിൽ സങ്കീർത്തനത മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞാൽ ആടുകളെ പ്രസവിക്കുമാറാക്കും. അപ്പോൾ അതിലെ ഏറ്റവും നല്ല സംഭവം കൊണ്ട് ദൈവത്തിന് വേണ്ടി കൊടുത്തു, മനസ്സിലായി. അപ്പം ദൈവമേ ഇതെൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, മനസ്സിലായി, അപ്പച്ചൻ തന്നെയാണ്, അത് ഞാൻ അപ്പച്ചന് വേണ്ടി ഏറ്റവും നല്ല സമർപ്പിക്കുന്നു. കെയിൻ കൊണ്ടുവന്നു, പുള്ളിയുടെ കഴിവുകൊണ്ടാണെങ്കിൽ പുള്ളി നല്ലത് തന്നെയാണ് ചെയ്തതെങ്കിലും, പൊട്ടിയതും ചളങ്ങിയതൊന്നും അല്ലെങ്കിലും നല്ലത് തന്നെയാണെങ്കിലും, പക്ഷേങ്കിൽ ദർ സംതിങ്, ആ മനോഭാവത്തിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചർച്ചിൽ പോകുമ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഏതാണ്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നീതിയോടെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രസാദിക്കത്തില്ല, ദൈവം അയ്യോ ദൈവമേ എനിക്ക് ഒരു ദിവസം കൂടെ സൺഡേ കൂടെ വരാൻ പറ്റിയല്ലോ, ദൈവമേ പാപിയായിരുന്ന ദോഷിയായിരുന്ന എന്നെ യേശുപ്പച്ചൻ്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ വരാൻ പറ്റിയല്ലോ, ദൈവമേ താങ്ക് യു. ആ ഒരു മനോഭാവത്തോടെ വരുന്നതും മനസ്സിലായി, അങ്ങനെ രണ്ട്
മനോഭാവത്തോടെ വരുന്ന ആ രീതിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പ്രസാദിച്ചത് ആബേലിലും കയീനിലും കയീനിൽ ദൈവം പ്രസാദിച്ചു ഇല്ല. പ്രസാദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായി. പക്ഷേ എങ്ങനെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് തീ വന്ന് ദഹിപ്പിച്ച് കളഞ്ഞു. കാരണം പിന്നെ നമ്മൾ ലേറ്റർ ഓൺ പഠിക്കുമ്പം, യാഗത്തെപ്പറ്റി പഠിക്കുമ്പം എന്തോ ആടിനെ പറ്റിയുള്ളതും ഫ്രൂട്ടിൻ്റെ ചില ഈ ഹീബ്രു ഇതിൻ്റെ അകത്ത് പറയുന്നത് ആടിനെ മാത്രമല്ല പാനീയയാഗമായ പാലും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആടിനെ മാത്രമല്ല ആടിൻ്റെ പ്രോഡക്ട്സും കൊണ്ടുവന്നു പാനീയയാഗമായി രണ്ടും ഓഫർ ചെയ്തു. ഇപ്പം നമ്മൾ ഏലിയാവിൻ്റെ കഥ ഏലിയാവിൻ്റെ കഥ പഠിക്കുമ്പോൾ നമ്മൾ എന്തെടുത്തു? ആദ്യം അത് കഴിഞ്ഞ് വെള്ളം 12 വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് യാഗം കഴിച്ചു എന്ന് പറയുന്ന പോലുള്ള രീതി. മനസ്സിലായോ? ഇത് കൊണ്ടുവന്നു പാനീയയാഗവും ഈ 2 ഓഫറിങ്ങും നടത്തി. ബട്ട് കെയിൻ ഇത് പക്ഷേ മനോഭാവത്തിൽ മനസ്സിലായി, ആ മനോഭാവത്തിലൊരു വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ദൈവം കയീനോട് പറയുന്നത്, നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? മനസ്സിലായി, നീ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല സമയങ്ങൾ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കത്തില്ലേ? നല്ല ചെയ്യാത്തത് കൊണ്ടല്ലല്ലോ, നീ നല്ലത് ചെയ്യാത്തത് കൊണ്ടല്ല. മനസ്സിലായി, നിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പ്രസാദിക്കും. മറ്റേ ആൾ നല്ലതായിട്ട് ചെയ്തുകൊണ്ട് എനിക്കതിൽ പ്രസാദിക്കേണ്ടി വന്നു. മനസ്സിലായി, ഐ ആം ദ ക്രിയേറ്റർ. മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ മനസ്സ് എല്ലാം അറിയുന്നു. മനസ്സിലായോ? അപ്പോൾ എന്നുള്ള രീതി. അപ്പം അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. ചിലതൊക്കെ കേൾക്കാത്ത ദൈവത്തിൻ്റെ ഒരു ഇതാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാക്യത്തിൻ്റെ അകത്തും ഈ bible.com-ൻ്റെ അകത്ത് വരുന്ന വാക്യത്തിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു, ഇനിയും നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല നീതിക്ക് വേണ്ടി നടക്കുക. മനസ്സിലായി, മുറുകെ പറ്റുന്ന അതേപോലെയുള്ള കൊച്ചു പാപങ്ങളെല്ലാം ജീവിതത്തിൽ എടുത്ത് കളയണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ, ആ കുറ്റബോധം മനസ്സിൽ വരണം. മനസ്സിലായി, അത് ആ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു വർക്ക് ഉണ്ടെങ്കിലേ അത് വന്നിട്ട് ആ പാപങ്ങളെടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ യാഗം കഴിക്കുമ്പം നല്ല ദൈവം ആക്സെപ്റ്റ് ചെയ്യും. അല്ലാത്ത കാലത്തോളം ദൈവം ആക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായി. അപ്പം ഇത് പറയുമ്പോൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പണങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് അടുത്ത എന്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു കാര്യം പറയുന്നത്, പാപം നിൻ്റെ വാതിലിൻ്റെ അവിടെ നിനക്ക് പതിയിരിപ്പുണ്ട്. മനസ്സിലായി, അതിൻ്റെ ആഗ്രഹവും നിന്നോടാണ്. യു മസ്റ്റ് സബ്ഡ്യൂ ഇറ്റ്. മനസ്സിലായി. ഈ സെയിം തിങ് തന്നെയല്ലേ സ്ത്രീയോടും പുരുഷനോടും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ പവർ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വീഴ്ചയ്ക്ക് ശേഷമുള്ള ആ പവർ റിലേഷൻഷിപ്പ്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾക്ക് അങ്ങനെ പവർ റിലേഷൻഷിപ്പ് വരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മാറി. ഓക്കെ, അപ്പം അതുപോലെ സ്ത്രീയുടെ ആഗ്രഹം ആരോടാ? മനുഷ്യനോടാണ്. പക്ഷെ മനുഷ്യന് സ്ത്രീയെ ഡാമിനേറ്റ് ചെയ്യും. മനസ്സിലായി. ഇതൊരു ഈ അന്നേരം എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായാലും ഇപ്പം എനിക്ക് വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ ഇടയാക്കി. അതൊരു ഇഡിയം പോലുള്ള നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പോലെയൊക്കെയുള്ള പറയത്തില്ലേ, ഇവൻ എത്ര കഴിച്ചിട്ട് ഒരു പുലിപ്പുമില്ല. മനസ്സിലായി. അപ്പോൾ പല രീതിയിലായിരിക്കും ഈ പൊലിപ്പ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഫുഡ് നല്ലതായില്ല, അല്ലെങ്കിൽ അവൻ്റെ ശരീരം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് രുചിയില്ല, അങ്ങനെ പല അർത്ഥത്തിൽ എന്ന് പറയുന്ന പോലുള്ള ഒരു ഇഡിയം പോലുള്ള വാക്ക്. അതും എബ്രായലല്ല, വേറെ എനിക്കൊന്ന് അർക്കേദിയനാണോ അത് ഫിനീഷ്യനാണോ, ആ ഒരു ലാംഗ്വേജിലുള്ള ഒരു ഇഡിയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം നിൻ്റെ വാതിൽക്കലിരിപ്പുണ്ട്. മനസ്സിലായി. സ്ത്രീയുടെ സന്തതിയോട്
മനസ്സിലായി. സ്ത്രീക്കുള്ളതുപോലെ തന്നെ സ്ത്രീയുടെ സന്തതിയോടും ഉണ്ട്. മനസ്സിലായി. പാപം നിൻ്റെ വാതിക്കലിരിപ്പുണ്ട്. മനസ്സിലായി. അതിന് നിന്നോടാണ് ആഗ്രഹം. നമ്മൾ യേശുപ്പച്ചൻ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വാതിലിൽ നിന്നും മുട്ടുന്നു. മനസ്സിലായോ? നീ ഓപ്പൺ ചെയ്യുന്നുണ്ടോ? മനസ്സിലായോ? അപ്പോൾ എന്ന് പറയാം, അപ്പോൾ രണ്ടെണ്ണം ഓൾവേസ് മുട്ടുന്നുണ്ട്. ഒന്ന് നന്മയും ഒന്ന് തിന്മയും. മനസ്സിലായോ? നന്മ വേണോ തിന്മ വേണോ ഏത് വേണമെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? നന്മയാണോ തിന്മയാണോ? അപ്പം യേശുപ്പച്ചനെ വേണോ അതോ പാപത്തെ വേണോ? മനസ്സിലായോ? രണ്ടുപേരും ഉണ്ട്. ചോയ്സ് ഇസ് യുവേഴ്സ്. ഫ്രീഡം ഓഫ് വിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഏത് വേണമെന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അത് എന്ന് പറയുന്ന പോലെ ആബേലിനോടും പറയാം, പാപം നിൻ്റെ വാതിൽക്കൽ ഇരിപ്പുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നെ എത്തിപ്പിടിക്കാനാണ്. നമ്മൾ സംഗീതത്തിൽ വായിക്കുമ്പം പണ്ട് KJ ഭാഷ പറയുന്ന പോലെ പാപം ആദ്യം ഫ്രണ്ടിലിരിക്കും, പിന്നെ നിന്നോട് റെസിൽ ചെയ്യും, പിന്നെ നിന്നെ ഓവർ പവർ ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പാപം നിന്നോടാണ് ആഗ്രഹം, നിന്നെ അത് വിഴുങ്ങാനാണ് ആഗ്രഹം. പക്ഷെ നീ അതിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ എന്തോ പറ്റും? മനസ്സിലായി. ഓവർകം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ഇവിടെ പാപം എനിക്ക് എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും പറയാം, പാപം ചെറുതായാലും വലുതായാലും നിങ്ങളുടെ വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ ആഗ്രഹവും നിങ്ങളോടാണ്. നിങ്ങളെ എങ്ങനെയെന്ന് തെറ്റിച്ച് കളയാനാണ് പാപത്തിൻ്റെ ആഗ്രഹം. എസ്പെഷ്യലി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട്. മനസ്സിലായി. തെറ്റിച്ച് കളയാൻ ആഗ്രഹം. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ മനസ്സിലാവും, പാപം നിങ്ങളെ വിഴുങ്ങും, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അത് വരാതിരിക്കണം. ഓക്കെ, നമുക്ക് ഒരാകത്തൊക്കെ ഒന്ന് അവമ്മച്ചി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവമ്മച്ചി കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നു, ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളത്. എ പവർ ഓഫ് എ വുമൻ. ഓക്കെ, പവർ ഓഫ് എ വുമൻ, എ ഡെഡിക്കേറ്റഡ് വുമൻ. ദൈവത്തെപ്പോലെ തന്നെ, ദൈവത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ എനിക്കും ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്കും അതേപോലൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അവന് പേരിടുന്നു. ഓക്കെ, ബേബി ഡെഡിക്കേഷൻ. അത് കഴിഞ്ഞു, അത് വുമൻ്റെ ശക്തിയാണ്. പിന്നെ അറ്റ് എ ഡെസിഗ്നേറ്റഡ് ടൈം, അത് കഴിഞ്ഞ് അതിനു മുമ്പ് ആബേൽ എന്തെടുത്തു? പാപത്തിന് മുമ്പേ ഉള്ള വീഴ്ചയ്ക്കുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്തു. കൈനു പാപത്തിന് ശേഷമുള്ള ശാപത്തിൻ്റെ എന്ന് പറയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ആ ശാപം അതിന് ശേഷമുള്ള ഇത് രണ്ടുപേരും ചൂസ് ചെയ്യുന്നു. മനസ്സിലായി. അത് കഴിഞ്ഞ് അറ്റ് എ ഡെസിഗ്നേറ്റഡ് ടൈം, അതിന് പല ഇതുണ്ട്. അവർ രണ്ടുപേരും തീരുമാനിച്ചൊരു സമയത്ത് വരുന്നുവെങ്കിലും അതിനെ പറയുന്ന സാബത്ത് എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ സ്നേഹം വരാനിരിക്കുന്ന ലോകത്തെപ്പറ്റി, അല്ലെ ലൈക്ക് എന്തുവാ ഇനിയുള്ള ദൈവത്തിൻ്റെ ആ സന്തോഷം രുചിച്ചറിയുക. മനസ്സിലായി. ആ ഡെസിഗ്നേറ്റഡ് ടൈം പല ട്രാൻസ്ലേഷനിലും ഡിഫറെൻ്റ്. അപ്പം കെയിൻ അത് കഴിഞ്ഞിട്ട് എന്തെടുത്തു? പുള്ളിയുടെ പ്രയത്നം കൊണ്ടുള്ളത് കൊണ്ടുവന്നു. മറ്റേ ആബേലോ പുള്ളിയുടെ പ്രയത്നത്തിൻ്റെ കൊണ്ടുവന്നു. പക്ഷേ രണ്ടുപേരും കൊണ്ടുവന്ന മനോഭാവത്തിലും വന്ന വഴിയും ഡിഫറെൻറ്റാണ്. മനസ്സിലായോ? നമുക്കിപ്പം കട്ടും മൂട്ടിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ദൈവത്തിന് $1 million കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പാരബിൾസൊക്കെയാണ് നമ്മുടെ പുതിയ നിയമത്തിൽ ദൈവം പറയുന്നത്. എന്തോ ഒരാൾ ഫുൾ മണി കൊണ്ടിട്ടു, ഒത്തിരി പൈസ കൊണ്ടിട്ടു. മനസ്സിലായോ? വേറെ സ്ത്രീയോ ഉള്ളത് മുഴുവൻ കൊണ്ടിട്ടു. ദൈവം ആരില്ല പ്രസാദിച്ച സ്ത്രീയില്ല, മറ്റേ ആൾ. അതേപോലെ 2 പേര് പ്രാർത്ഥിക്കാൻ വന്നു, ലാസറും ധനവാനും. ദൈവം ആരില്ല പ്രസാദിച്ച ലാസറിൽ, ധനവാനിലല്ല. ധനവാൻ്റെ മനോഭാവം ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ കെയിൻ്റെ 2 പേരെ ആരാധിക്കുമ്പോൾ 2 പേരുടെ മനോഭാവം ഡിഫറെൻറ്റാണ്. മനസ്സിലായി. 2 ഓഫറിങ് കൊണ്ടുവന്നു, 2 ഓഫറിങ്ങും ഡിഫറെൻറ്റ്. മനസ്സിലായി. ഇതിനെല്ലാത്തിനും അതേപോലെ തന്നെ മനസ്സിലായി അങ്ങനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കൈനോട് പറയുന്നത്, പാപം നിൻ്റെ ടെംപ്റ്റേഷൻ ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഡോർ. മനസ്സിലായി. റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ഈവിൾ. മനസ്സിലായി. ഈവിളിനെ റെസിസ്റ്റ് ചെയ്യുക, ഈവിളിനെ ഇത് കളയുക. മനസ്സിലായി. കളയുക, റെസിസ്റ്റ് ചെയ്യുക. അതേപോലെ സാത്താനൊരു സൂചിക്കുഴലിൻ്റെ ഇതുപോലും കൊടുക്കരുത്. മനസ്സിലായി. അപ്പം എന്തെടുത്തു? അങ്ങനെ പറഞ്ഞ്
കൈനെ എന്തോ എൻകറേജ് ചെയ്യുക. ഡു നോട്ട് ഡു ദ സെയിം മിസ്റ്റേക്ക് ദാറ്റ് യുവർ പേരൻസ് ഡിഡ്. മനസ്സിലായോ? അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം കൈന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന്. ഓക്കെ, ഇനി ഇന്നിവിടെ നിർത്താം. പ്രാർത്ഥിക്കാം. ദൈവമേ സ്വസ്ഥതാവേ, ഞങ്ങൾക്ക് അല്പസമയം ബൈബിളിൽ നിന്ന് ശ്രദ്ധിക്കാതെയാക്കിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ ദൈവമേ ഓഫറിങ്സും ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാണ്ടായിരിക്കണം. ദൈവമേ എത്രമാത്രം ഞങ്ങൾക്ക് കിട്ടിയ നന്മകൾ ഞങ്ങൾ ദൈവമേ ഞങ്ങൾ എന്തോ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എവിടെ, എത്ര ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ ദൈവമേ പറ്റുമോ? അതിനേക്കാട്ട് ഉപരി നന്മകൾ ദൈവമേ അപ്പച്ച ഓരോ ദിവസവും ഞങ്ങൾക്ക് തന്നു. ആ ബ്ലെസ്സിങ്സ് ഓരോ ദിവസവും കൗണ്ട് ചെയ്ത് ദൈവമേ അതിൻ്റെ തക്കതായ നന്മ കൊടുക്കുക. ഇപ്പം അവമ്മച്ചിക്ക് കിട്ടിയതുപോലെ തന്നെ ദൈവമേ കിട്ടിയ അമ്മ ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ദൈവമേ ദൈവത്താൽ എനിക്ക് കിട്ടി അത് ഡെഡിക്കേറ്റ് ചെയ്ത് പേരിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു കൃപ ദൈവമേ ഉള്ളതുപോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ് കൗണ്ട് ചെയ്ത് ദൈവത്തിന് അത് ഓഫർ ചെയ്ത് ദൈവമേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതും പ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ദൈവമേ ഞങ്ങൾ ഓഫറിങ് കൊണ്ടിരുമ്പോൾ ഞങ്ങളുടെ മനോഭാവം ദൈവമേ ദൈവസന്നിധി വരുമ്പോൾ ഞങ്ങളുടെ മനോഭാവം ദൈവമേ നല്ലതായി തീരുമാനമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദോഷത്തിനായി തീരുമാനമാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലും ദൈവമേ ദൈവത്തിന് പ്രസാദമുള്ള പോലെ ജീവിപ്പാണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ആഗ്രഹം ഞങ്ങളോടൊന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് തരണമേ. നൽകി തന്നതിനായ സ്തോത്രം. ദൈവമേ അത് തരണമേ. എന്നാൽ ശ്രദ്ധിച്ച് ജീവിക്കാനും അതിനെ റെസിസ്റ്റ് ചെയ്യാനും അപ്പച്ചൻ പ്രസാദമുള്ള ദൈവമേ പ്രസാദപ്രായത്തിലേക്ക് കീപ്പ് ഓൺ പാപം ചെയ്ത് ജീവിക്കാനല്ല നീതിക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം ക്ഷമിക്കണമേ. സകല മാനം മഹത്വം ശക്തി രാജ്യം അപ്പച്ചനായിരുന്നു. സകലം ജീവിച്ച ഈശോ തന്നെ. ആമേൻ.